ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു മെയിൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ലഞ്ച് കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ലഞ്ച്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാൽ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് അവിടെ കിട്ടാത്തതുമാണ് കേട്ടോ. ഇത് പൊന്നിയരി. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ 7 സ്റ്റാർ പൊന്നി എന്നിട്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത്രയും നല്ല പൊന്നിയരി നമുക്ക് അവിടെ ജിദ്ദയിലൊന്നും കിട്ടൂല. അവിടെ ഉള്ളത് ഒരു തഞ്ചാവൂർ പൊന്നി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അതൊരു പച്ചരിച്ചോറ് വെച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യല്. അപ്പോൾ അവിടുന്ന് ഞാൻ എപ്പോഴും വെള്ളക്കുറുവാണ് വാങ്ങിക്കല്. അപ്പോൾ ഇവിടെ വന്നാലും എപ്പോഴും വാങ്ങിക്കുന്ന ഒരു അരിയാണ് ഈ ഒരു ബ്രാൻഡ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മറൈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡും അതും നല്ല ടേസ്റ്റാണ്. പിന്നെ അത് അതിലേക്ക് ഞാനിപ്പം കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അരി ഒന്ന് കഴുകിയെടുക്കണം. ഒരു ഗ്ലാസ്സാണ് എടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ പറയട്ടെ, ഞാനിപ്പോൾ മീനൊക്കെ മുറിച്ച് വന്നതാണ്. അപ്പോൾ മീനൊക്കെ മുറിച്ച് എത്ര നമ്മൾ സോപ്പിട്ട് കഴുകിയാലും കൈക്കൊരു ഉളുമ്പുനാറ്റം ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ അരി കഴുകുകയാണെങ്കിൽ ആ ഒരു അരി കഴുകുന്ന സമയത്ത് അതിൽ ആ സ്മെല്ലങ്ങ് പോകും കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താണ്, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാത്തതാണോ എന്നുള്ളത് കേട്ടോ. കൊല്ലണ്ട, വിട്ടേക്ക്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷം നമുക്കിതിൽ നല്ല വെള്ളം ഒഴിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ല വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കുക്കർ എടുത്തോളൂ കേട്ടോ. 1.5 ലിറ്റർ ഇട്ടാന്ന് തോന്നുന്നു ഈ കുക്കറിൻ്റെ അളവ്. ചെറിയതാണ്. അതിലേക്ക് കുറച്ച് തൂരപ്പരിപ്പാണ് ഇടുന്നത്. ഒരു 2 കൈപ്പിടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇപ്പോൾ മെഷറിംഗ് കപ്പ് അങ്ങനത്തെ ഒരു സാധനവും ഞാനിവിടെ ഇറക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതാ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് കഴുകി കൊണ്ടുവരണം. ഒരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ മുറിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീരെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കൈ. ഇനിയിപ്പോൾ അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താണ്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അതാ ഞാനത് മൂടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ കുക്കറായതുകൊണ്ട് ഏറ്റവും ചെറിയ അടുപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. മറ്റേലൊക്കെ ആകുന്ന നേരം പുറത്തേക്കാണ് തീ വരിക. അപ്പോൾ അതാ ചെറുതിൽ വെച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് പുളി ഒന്ന് പുതിർത്തണം കേട്ടോ. അപ്പോൾ 2 കറിക്കുള്ള പുളിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പാക്കറ്റ് പുളി വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 പാത്രത്തെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സാമ്പാറിന് വേണ്ടി പുതിർത്താനും അതേപോലെ തന്നെ ഒന്ന് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. മീൻ മുളകിട്ടത് ഒരു ലൂസായിട്ടുള്ളൊരു മീൻ മുളകിട്ടില്ലേ, നമുക്ക് ചപ്പാത്തിക്ക് രാത്രിയും എടുക്കാൻ പറ്റും, ഉച്ചയ്ക്ക് ചോറിനും കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ നാട്ടിലത്തെ പുളിരസം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ അത് ചെറിയ പീസാണ് ഞാൻ ഇട്ടത്. സാമ്പാറിനും ഞാൻ എടുത്ത് വെച്ചാണ്. 2ലും ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പുളി ഞാനിത് അങ്ങനെ ഒരു സിപ്പ് ലോക്കിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ അതും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഒരുപാട് പാത്രങ്ങൾ ഞാൻ എടുത്ത് പാക്കാക്കി വെച്ചിടത്തൊന്നും എടുത്തിട്ടില്ല എന്നുള്ള. കാരണം തിരിച്ചു പോകുന്ന സമയത്ത് ഇതെല്ലാം പിന്നെ എടുത്ത് പാക്കാക്കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് പച്ചക്കറികൾ മൊത്തം വേണം. എല്ലാത്തിനും കൂടെ വേണ്ട പച്ചക്കറിയാണ് കേട്ടോ. 2 തക്കാളി എടുത്താണ്, 2 മീഡിയം സൈസുള്ള ഉള്ളി എടുത്താണ്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്താണ്, 1 മുരിങ്ങക്കായ് എടുത്താണ്, പിന്നെ വേണ്ടി ഒരു 2 വെണ്ട കേട്ടോ. ഈസി ആയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റ് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇനിയിപ്പോൾ വേണ്ടിയത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു വഴുതനങ്ങയും കൂടെ വേണം കേട്ടോ. പിന്നെ ഈ വെണ്ട ഒന്നും ഞാൻ വേറെ വറുത്ത് കോരി മാറ്റി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊരു വഴുതനങ്ങ എടുത്താണ്. പിന്നെ വേണ്ടത് കോവക്ക എൻ്റെ അടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ലിയാൻ്റെ ഏറ്റവും ഫേവറേറ്റ് വെജിറ്റബിളാണിത്. അവൾ ഉപ്പേരിയൊന്നും അധികം കഴിക്കില്ല എന്നുള്ള ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആകെ കഴിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. കോവക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടിയൊക്കെ അച്ചിക്കും പച്ചിക്കൊക്കെ ബീറ്റ്റൂട്ട് മാത്രമാണ് ഇഷ്ടം. ഇനി ഇതെല്ലാം കൂടെ കഴുകിയിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വിനാഗിരി വെച്ചിട്ട് അതിലൊന്ന് മുക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ മൊത്തത്തിലൊന്ന് വേറെ മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു മുരിങ്ങക്കായ് മൊത്തത്തിലെടുത്താണ്. പിന്നെ അതൊരു 3 കോവക്ക ഞാൻ ആ ഒരു സാമ്പാറിൽ ഇടുന്നുണ്ട് കേട്ടോ. സാമ്പാറിന് അങ്ങനെ ഇന്ന പച്ചക്കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കുക. ഇനിയിപ്പോൾ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും പരിപ്പ് മാത്രമായിട്ട് പരിപ്പ് സാമ്പാറും വെക്കും കേട്ടോ. ഞാൻ എല്ലാ കുളത്തിലും വെക്കലുണ്ട്. അങ്ങനെ ഇന്ന പച്ചക്കറി വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ എല്ലാ പച്ചക്കറിയും ഞാനൊന്ന് മുറിച്ചിടുന്നുണ്ട്. ഉള്ളി അതേപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് മുറിക്കുന്നത് കേട്ടോ. അതൊരു വെജിറ്റബിൾ ആയിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ അത് 2 പച്ചമുളക് ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ അതാ ഒരു തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട്. അതും എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയും പച്ചമുളകും തക്കാളിയും പച്ചക്കറിയും എല്ലാം ഒന്നിച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ തക്കാളി എടുത്തതിൽ അധികം വാങ്ങണേലും കേടാണ് കേട്ടോ. എപ്പോഴും മുറിച്ച് മാറ്റാനുണ്ടാവും തക്കാളിയിൽ. ഇനിയിപ്പോൾ ഈ വഴുതനങ്ങ വലിയ സൈസായതുകൊണ്ട് പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതിയാണ് എടുത്തത്. ഇനിയിപ്പോൾ 2 വെണ്ടയും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെണ്ട അങ്ങനെ ഞാൻ എണ്ണയിൽ വറുത്ത് കോരിയിട്ടൊന്നല്ല ഇടുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു ഉള്ളിയില്ലേ, അതാണ് നമുക്കിനി മീൻ മുളകിട്ടയിലേക്ക് വേണ്ടത്. 2 പച്ചമുളക് കൊടുത്താണ്. പിന്നെ ഒരു തക്കാളി. എൻ്റെ ശബ്ദം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ശബ്ദം അടഞ്ഞു പോയിന്ന് കേട്ടോ. അതുകൊണ്ട് വോയിസിൽ ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും. ഇനിയിപ്പോൾ കോവക്ക ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്, അത് അരിയണം.
ഇനിയിപ്പോൾ വേറൊരു ചെമ്പ് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ അത് എല്ലാ പച്ചക്കറിയും ഒന്നിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാ പച്ചക്കറിയും ഒന്നിച്ചാണ് ഇട്ടത്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കുക. പെട്ടെന്ന് വേവും കേട്ടോ. ഇത് നമ്മൾ കുക്കറിലൊന്നും വേവിച്ചൊന്നും എടുക്കണ്ട. ഇത് ചെമ്പിൽ വെച്ചാൽ തന്നെ ഒരു 3-4 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ പെട്ടെന്ന് വേവുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തത്. ഉപ്പൊക്കെ നിങ്ങൾ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഉപ്പ് നിങ്ങൾ ഇടുന്നത് കൂടുതലാണോ എന്നൊക്കെ. ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കലുണ്ട്. കറക്റ്റാണ്. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് നല്ലതായിട്ട് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്താണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പരിപ്പ് നിങ്ങൾ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് വേവിച്ച് ഉടച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സാമ്പാറിന് നല്ല കട്ടി ഉണ്ടാവും. ഇപ്പോൾ പരിപ്പ് കൂടുതൽ ചേർക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഉള്ള പരിപ്പ് വേവിച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ അതാ നമ്മൾ ആ നേരത്തെ പൊതുത്തി വെച്ചിട്ടുള്ള ആ ഒരു പുളിയാണ്. അതൊന്ന് പിഴിഞ്ഞുകൊണ്ടുവന്നിട്ട് ഞാൻ അതിൻ്റെ വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ആക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 2 മിനിറ്റ് നേരം എന്തെങ്കിലും ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ആ പുളി ഒന്ന് വെന്ത് കിട്ടണം. പുളീൻ്റെ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റി വെക്കുകയാണ്. നടുവ് അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. അവിടുന്ന് അത് ചെറിയ രീതിയിലൊന്ന് തിളച്ചോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വറവ് ഇപ്പുറത്തുനിന്ന് ഇടുകയും ചെയ്യാം. അതിലേക്ക് വറുത്ത് വയ്ക്കാനുള്ളതാണ്. ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായി എന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ടി ഇങ്ങനത്തെ പാക്കറ്റോടൊക്കെ ചെറിയ പാക്കറ്റ് നോക്കിയിട്ട് ചെറുതാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ അതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ചൂടൊന്ന് ആറിക്കോട്ടെ കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ഇടുക. അപ്പോൾ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയാൽ ആദ്യം തന്നെ ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കവറിൽ കെട്ടി കൊണ്ടുവന്നായിരുന്നു കുറച്ച്. ഞാൻ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതാ കുറച്ച് സാമ്പാർ പൊടിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചത് കേട്ടോ. എൻ്റെ ബ്രാൻഡൊന്നും പറയണില്ല. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയാണ്. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നത് മെനക്കെടുന്ന നഷ്ടമാണെന്നുള്ളതിൽ ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. 1-2 പ്രാവശ്യമല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതാ ആ ഒരു വറുത്ത് വെച്ചത് ആ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫ്രൈ പാനിലേക്ക് കുറച്ചും കൂടെ കറി ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് അനിയിൽ വെച്ച് കൊടുത്താണ്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു വറവിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മളെ വെജിറ്റബിൾസിലേക്ക് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചാണ് കേട്ടോ. മല്ലിയില അതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് കരിവേപ്പിലൊന്നും ഇട്ടില്ല കേട്ടോ. മല്ലിച്ചപ്പ് മാത്രമാണ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് മല്ലിച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ഫ്ലേവറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നുള്ളു ഒരു ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് പഞ്ചസാര. ശർക്കര ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്താണ്. ഇനിയിപ്പോൾ നമ്മൾ സാമ്പാർ ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് മീൻ മുളക് ഇട്ടതാണ്. ഞാൻ പറഞ്ഞാൽ ഒരു ലൂസായിട്ടുള്ളൊരു മീൻ മുളക് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഉള്ളിയും 2 പച്ചമുളകുമാണ് അത്. അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് വാടുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതവിടെ വെച്ചാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കോവക്ക ഞാൻ അരിഞ്ഞ് വെച്ചാണ്. അപ്പോൾ അത് ഒന്ന് ഉപ്പേരിയാക്കാൻ അതിവിടെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ടും ആയിക്കോളും. അപ്പോൾ അത് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ആ ഒരു കോവക്ക എടുക്കുക കേട്ടോ. കോവക്കൻ്റെ കൂടെ ഞാനൊരു കഷ്ണം ഉള്ളിയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു വറവാണ്. വേറെ ഒന്നും ഇല്ലിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയോ അല്ല തേങ്ങ അങ്ങനത്തൊന്നും എടുത്തിട്ടില്ല. ഇത് മാത്രം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചൂടുള്ള എണ്ണയാണല്ലോ. അപ്പോൾ കടുക് ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതിൽ വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കഴിക്കാൻ പറ്റുന്ന പാകം ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് ഒന്ന് വേവട്ടെ ചെറിയ തീയിൽ. ഇപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ മുളക് കറിക്കുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു കേട്ടോ. അതിലേക്ക് ഒരു തക്കാളി ഞാൻ നേരത്തെ കാണിച്ച ഒരു തക്കാളി നമ്മൾ സാമ്പാറിന് കൊടുത്ത് ഒരു തക്കാളി കറിക്ക് കൊടുത്ത് ഒന്ന് അരിഞ്ഞ് വെച്ചതാണ്.
അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക. ഒന്ന് വെന്ത് ഉടയാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഉടയാൻ തുടങ്ങി അത്രേ ആവശ്യമുള്ളൂ. വല്ലാണ്ടങ്ങ് മാഷാക്കി എടുക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്താണ്. ഇനി ഇതൊന്ന് ഉടഞ്ഞോട്ടെ. ഒന്ന് വെന്ത് ഉടയാന്നല്ല, തക്കാളി ഒന്ന് ഇതായിക്കോട്ടെ. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഇത് വാങ്ങിക്കുന്നത് ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വാടിയതിന് ശേഷം ഇനി പൊടികളാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. പിന്നെ ഉലുവൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. ഇത്രയുള്ള പൊടികൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികൾ ഒരു പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലാക്കി വെക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതാ പുളി ഒഴിച്ച് കൊടുക്കണേ. ആ പുളിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടി അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് തിളച്ചോട്ടെ, അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്ന ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് വിട്ടുപോയതാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാനൊരു കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷമാണിത്. അതിന് ശേഷത്തെ ഞാൻ കുഞ്ഞുമത്തി തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് ആ കുഞ്ഞുമത്തി ക്ലീൻ ആക്കിയത് ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ആ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലും കുഞ്ഞുമത്തി തന്നെയാണല്ലോ കാണിച്ചതെന്നുള്ള. ഞാൻ അതിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത് എന്നുള്ള. അപ്പോൾ അത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവട്ടെ. ഇപ്പോഴത്തേക്ക് നമ്മളെ കോവക്ക ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പാകത്തിൽ വെന്താണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. ഇതിനങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണതെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് അടുത്ത നമ്മൾ മീൻ പൊരിക്കുന്നുണ്ട്. 2 മീനും കൂടെ പൊരിക്കാനുണ്ട്. അപ്പോൾ ആ പാൻ വെച്ച് കൊടുത്താണ്. അതിലേക്ക് ഇത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഇത് അയിലാണ് കേട്ടോ ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തത്. അയില ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കരിവേപ്പിലയും അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ടൊരു മസാലയാണ്. കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കറിവേപ്പിലയും. അത് കാണിക്കാൻ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ ഒരു ഭാഗം ഇവിടുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണ് അതിൽ മസാല തേച്ചത്. അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് വന്നിട്ടുണ്ട്, 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ, അടുപ്പുമ്പിലേക്ക് തെറിക്കുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് നിർത്തിയടായി പോവും. ഇനിയിപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കോവക്കാണ് എടുക്കുന്നത്. കോവക്ക ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ രാത്രി നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കോവക്ക കേട്ടോ. സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മീൻ മുളകിട്ടതും ഞാൻ ആക്കിയ എന്തിനാന്ന് വെച്ചാൽ സത്യത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ മുളകിട്ടതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സാമ്പാർ മാത്രം മതി. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ എന്തിനാന്ന് വെച്ചാൽ രാത്രി എടുക്കാമല്ലോ ചപ്പാത്തിക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം, പിന്നെ ബാക്കി നമുക്ക് രാത്രി ചപ്പാത്തിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അതാ മീൻ പൊരിച്ചത് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ ബാക്കി ഉണ്ടെങ്കിൽ രാത്രി എടുക്കാമല്ലോ. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. പറഞ്ഞ പോലെ അതിലെ മത്തിയൊക്കെ നല്ല ഫ്രഷാണ്. ഇനിയിപ്പോൾ നമ്മളെ സാമ്പാർ നമ്മൾ ഇരിക്കും തോറും ഇതിന് നല്ല കട്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ഒരു പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ല കട്ടി ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതിനിപ്പോൾ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളടുത്ത് ഇപ്പം പരിപ്പ് അധികമില്ല, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ച് ഉടച്ചാളാം. നല്ലോണം ഉടച്ച് കഴിഞ്ഞാൽ സാമ്പാറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും. അതിന് ഒരുപാട് പരിപ്പൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയതും നാളെ രാവിലത്തേക്ക് ഞാൻ ദോശ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലിയാനക്ക് വേണ്ടി സാമ്പാർ മാത്രമാണ്, ദോശയ്ക്ക് ചട്നിയൊന്നും വേണ്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലൂസായിട്ടുള്ള മീൻ മുളക് ഇട്ടതും. ഇപ്പോൾ എത്ര ആൾക്കാർ ഇതിങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നുള്ളത് പറയണം. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ. ഒരുവിധ ആൾക്കാരെല്ലാം വരട്ടിയതെല്ലാം ഉണ്ടാക്കുക, അങ്ങനത്തെ ഈ ഒരു കറിയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ള അറിയാം. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇട്ടത്. അവർക്ക് ഈ മീൻ മുളക് ഇട്ടത് ഡെയിലി, ഞാൻ ഓരോ കളിയാക്കൽ തന്നെ നാഷണൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ്. അവർക്ക് ഡെയിലി വേണം, ഉച്ചക്കും രാത്രിയും ഈ ഒരു കറി എപ്പോഴും വേണം. ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കില്ല, ഞാൻ പറഞ്ഞല്ലോ അസ്ലങ്കയും കുട്ടികളൊന്നും അങ്ങനെ മീൻ കറിയൊന്നും കൂട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അതാ മീൻ മുളക് ഇട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഫസ്റ്റ് ലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീട്ടിൽ വെച്ചിട്ടുള്ള, ഞങ്ങളെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് ലഞ്ചാണ് ഇട്ടത്. ഇതുവരെ നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ഡിന്നറും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഫുള്ള് പോക്കും വരുത്തും തന്നെയായിരുന്നു, എല്ലാം ഓരോ സ്ഥലത്ത് പോക്കും വരുത്തും തന്നെയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.